നമ്മുടെ സ്വർഗീയ മധ്യസ്ഥന്റെ ചിറകിൻ കീഴിൽ ഒരുമിച്ച് കൂടുന്ന ഈ മംഗളസുദിനത്തിൽ ദൈവം മാലാഖ വഴി നമുക്ക് നൽകിയ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നന്ദിയോടെ നമുക്ക് ഓർക്കാം. ഇന്നേ ദിവസം ഇവിടെ ആയിരിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ഇടയാക്കിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒപ്പം നമ്മുടെ സെന്റ് റാഫേൽസ് കുടുംബത്തിൽ നിന്നും മരണം മൂലം നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് അടുത്തിടെ നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയ കൊച്ചു ത്രേസ്യ ടീച്ചറെയും കുട്ടപ്പൻ ചേട്ടനെയും അനുസ്മരിച്ചുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയ്ക്കാൻ നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ ഈ വിദ്യാലയത്തെ തികഞ്ഞ അച്ചടക്കത്തോടും ഊർജ്ജസ്വലതയോടും കൂടെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാലയത്തിന്റെ നെടുംതൂണായ ബഹുമാനപ്പെട്ട എച്ച്.എം. റവറൻഡ് സിസ്റ്റർ ആൻസമ്മ തോമസിനെ ഇന്നത്തെ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായി നേരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എനിക്ക് ഒരുപാട് സ്നേഹവും ബഹുമാനവുമുള്ള നമ്മുടെ സ്കൂൾ മാനേജർ ജോമോൻ അച്ഛ, ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് മാനേജർ അച്ഛ, യോഹനാൻ അച്ഛ, കുര്യാക്കോ സാർ, സ്നേഹമുള്ള എൻ്റെ സഹപ്രവർത്തകരെ, എല്ലാവരെയും സഹപ്രവർത്തകരെ എന്ന് വിളിക്കുന്നതാണ്. അറിയോ അറിയാമല്ലോ, നിങ്ങൾ കുറച്ചുപേരെല്ലാം മുന്നേ വർക്ക് ചെയ്യുന്നു, കുറച്ചുപേരെല്ലാം പുറകെ വർക്ക് ചെയ്യുന്നു. നമ്മളെല്ലാം ഒരു വിദ്യാലയത്തിൻ്റെ തന്നെ ഭാഗമാണ്. എല്ലാവർക്കും ഇന്നത്തെ ദിനത്തിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. മാലാഖയെ കുറിച്ച് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഇങ്ങനെ കാവൽ മാലാഖ എന്ന് പറയുമ്പോൾ കൈ പിടിച്ച് കൂടെ നടക്കുന്നു, പിടിച്ചുകൊണ്ട് പോകുന്നു എന്നൊരു ഫീലായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് വേണ്ടി എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഫീലായിരുന്നു. ഇപ്പൊ ഈ റാഫേൽ മാലാഖയുടെ ഒരു തണലിലങ്ങ് പോകുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് എന്തോ ഒരു തണൽ തന്നുകൊണ്ട് പോകുന്ന ഒരു ഫീലാണ്. ഞാൻ 2010 ഇവിടെ വരുമ്പോൾ 2011 അക്കാഡമിക് ഇയറിലാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അന്ന് ഞാനിവിടെ വന്നപ്പോൾ ഗാർഡനൽ സ്കൂളിൽ ഇങ്ങനെ ഒരു പേട്രൺ എന്ന് പറയുന്ന ഒരു രീതിയില്ല. അവിടെയാണ് ഞാൻ ആദ്യം സർവീസ് കയറുന്നത്. രണ്ടാമത് വരുന്നത് ഇവിടെയായിരുന്നു. അന്ന് ഇവിടെ വന്ന് ഇങ്ങനെ സെന്റ് റാഫേൽസ് ഡേ ആഘോഷിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അന്ന് വരെ ഉണ്ടായിരുന്ന, അതുവരെ എനിക്ക് മുന്നേ ഉണ്ടായിരുന്നവരോടും എന്നോടൊപ്പം പ്രവർത്തിച്ചവരോടും ഒക്കെ എനിക്ക് വല്ലാത്തൊരു ബഹുമാനം കൂടെ തോന്നി. മാലാഖയുടെ ഭക്തി മാത്രമല്ല, എൻ്റെ കൂടെ ഉള്ള എല്ലാവരോടും എനിക്ക് ബഹുമാനം തോന്നി. കാരണം ഇത്രയധികം ഒരു സ്കൂളിന്റെ പേട്രൺ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വേറെ സ്കൂൾ നമുക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതായത് മാലാഖയുടെ തണലിലാണ് പോകുന്നത്, മാലാഖ നയിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് എന്നൊരു വളരെ ബോധ്യത്തോടെയാണ് എനിക്ക് മുന്നേ ഉണ്ടായിരുന്നവരും എന്നോടൊപ്പം ഉള്ളവരും എനിക്കിപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരും എല്ലാം വർക്ക് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും റാഫേൽ മാലാഖയുടെ എല്ലാ സംരക്ഷണത്തിനും എല്ലാ നമുക്ക് നൽകുന്ന എല്ലാ തണലിനും നന്ദി പറയുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ സ്കൂള് ഇപ്പൊ പ്രവർത്തിക്കുന്നത് കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിലാണ്. നമുക്കൊരു കോർപ്പറേറ്റ് മാനേജർ ഉണ്ട്. പക്ഷേ നമ്മുടെ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ചെറിയ കാര്യങ്ങൾ, അതായത് എന്ത് എവിടെ എങ്ങനെ നടക്കണമെന്ന് കൃത്യമായി അറിയുന്ന നമുക്ക് നമ്മുടെ സ്കൂൾ മാനേജറുണ്ട്. ഞാൻ സർവീസിൽ കയറിയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. ഞാൻ ആദ്യം ഞങ്ങളുടെ തന്നെ പ്രൈവറ്റ് സ്കൂളിലാണ് പഠിപ്പിച്ചിരുന്നത്.
സ്കൂളിൻ്റെ ഒരു സറൗണ്ടിങ്സ് ഒക്കെ മനസ്സിലാവും. അതിനുശേഷം ഞാൻ പിന്നീട് കാർഡിനലിലാണ് കയറിയത്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷന് എന്തൊക്കെ ഉണ്ടാവണം, എങ്ങനെ അതിൻ്റെ മാനേജ്മെന്റ് ഉണ്ടാവണം എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു രൂപവും ഭാവവും ഒക്കെ എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് കൃത്യമായിട്ടും അത് ലഭിക്കുന്നത്. അതായത് യാതൊരു വിധത്തിലും നമ്മുടെ ബഹുമാനപ്പെട്ട ജോമോനച്ചനെ കുറിച്ച് പറഞ്ഞാൽ ചില ദിവസങ്ങളിലൊക്കെ അച്ഛനോട് ഞാനിങ്ങനെ ഒരു കൃത്യ ഉത്തരം കിട്ടാത്ത വിധത്തിൽ അങ്ങേയറ്റം കൺഫ്യൂസ്ഡ് ആയ സ്റ്റേജൊക്കെ വരും. അപ്പോൾ അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ വളരെ കൂളായിട്ട് അതിനൊരു മറുപടി എന്നാൽ സ്റ്റേണായിട്ടൊക്കെ പറയും. അത് തന്നെയാണ് അതിന് വേണ്ട ഉത്തരം. അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഏതൊരു ആവശ്യം പറഞ്ഞാലും, അതായത് സ്കൂളിന് നമുക്ക് മാനേജ്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ട കാര്യമാണെങ്കിൽ പോലും അത് മാനേജ്മെന്റിൽ നിന്ന് തന്നാലേ സ്കൂൾ മാനേജിങ് മെച്ചപ്പെടണമെങ്കിൽ അത് തന്നെ വേണമെന്ന് അച്ഛന് കൃത്യമായ ബോധ്യമുണ്ട്. ഇപ്പൊ അച്ഛനിങ്ങനെ കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ നമുക്ക് ബാൻഡിന്റെ ഡ്രസ്സ് കിട്ടി എന്ന് പറഞ്ഞു. നമുക്ക് സ്കൂൾ ബാൻഡ് നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ റോസിംഗ് സിസ്റ്ററിന്റെ സമയത്ത് നമുക്ക് ഉണ്ടായിരുന്നതാണ്. അത് ഇടയ്ക്ക് കാലം കൊണ്ട് നിന്ന് പോയി. അത് കഴിഞ്ഞ് ഇന്നത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുമായിരുന്നു. അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അത് അക്സെപ്റ്റ് ചെയ്തു. ഇതുപോലെ ഓരോ കാര്യവും ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട്. ഒരു സ്കൂൾ ചെറിയൊരു ബസ് കിടക്കുന്നുണ്ട്. ഇന്ന് വേറൊരു ബസ് ഇവിടെ വരേണ്ടതായിരുന്നു. എംപിയുടെ ഫണ്ടിൽ നിന്ന് ബസ് എല്ലാം റെഡിയായിരിക്കുകയാണ്. പക്ഷെ ഡീലർ ചെറുതായിട്ടൊന്ന് പറഞ്ഞതുകൊണ്ട് ഈ ദിവസം എത്തിയില്ല. അങ്ങനെ എന്ത് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും അത് കിട്ടുന്നുണ്ട്, അതെത്തി, അല്ലെങ്കിൽ അത് എത്താനുള്ള വഴി റെഡിയായി എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ്റെ മുഖത്ത്, അച്ഛൻ എന്നെക്കാളൊക്കെ ഇളയതാണ് പ്രായമുണ്ട്, പക്ഷെ ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അച്ഛൻ്റെ വല്യപ്പനായിരുന്നു അതിനെ സന്തോഷം പ്രകടിപ്പിക്കുന്നത്. അതായത് അത്ര ഒരു സ്കൂളിൻ്റെ ആടിനെ അറിയുന്ന ഇടയെന്നൊക്കെ തന്നെ പറയണം. അങ്ങനെ ഇവിടെ ഓരോ അധ്യാപകരെ അറിയാം, ഏകദേശം ഇവിടെയുള്ള കുട്ടികളെ എല്ലാവരെയും തന്നെ അറിയാം. 10ലെ കുട്ടികളുടെ ഓരോരുത്തരുടെയും സ്വഭാവം സരിത അറിയാം. ഒരു ദിവസം ഒരു കുട്ടി ഒരു കുരുത്തക്കേട് കാണിച്ചു. അതിനുവേണ്ടി നമ്മൾ അവനെ വിളിച്ചു, ഒന്ന് കാര്യമൊക്കെ പറഞ്ഞു വിട്ടിട്ട് അടുത്ത തവണ അവനെ തലവട്ടം കണ്ട് വേറൊരു കുരുത്തക്കേടിൽ അവനുണ്ടെന്ന് കണ്ടത് അച്ഛൻ പറയാം, അന്നത്തെ പേര് സരിത എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, അവൻ തന്നെ ഉണ്ടല്ലോ ഇതിനകത്തുനിന്ന്. അപ്പൊ അച്ഛൻ എത്രയധികം ഒരു ഇടവകയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ സ്കൂളിന്റെ കാര്യത്തിൽ എത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്നുള്ളതിന് ഏറ്റവും, അതായത് മനസ്സറിഞ്ഞ് സ്കൂളിനോട് സഹകരിക്കുന്ന ഒരു മാനേജ്മെന്റ് എൻ്റെ സ്വപ്നമായിരുന്നു. അത് തന്നെയാണ് നമുക്കിപ്പോൾ ബഹുമാനപ്പെട്ട ജോമോനച്ചൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ എല്ലാവരുടെയും പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഇത് ഞങ്ങൾ ഒരുപാട് പഴയ തലമുറയുണ്ട്, പുതിയ തലമുറയുണ്ട്, എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം ജോമോനച്ചനെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് മാനേജർ യോഹനാനച്ചന്റെ മുഖത്തേക്ക് തോന്നിയത് നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ഒരു ഇളയ കൊച്ചായിട്ട് ഒരു അനിയനായിട്ട് തോന്നുള്ളൂ. അച്ഛൻ അത് തന്നെയാണ്. പക്ഷെ അച്ഛൻ ഇവിടെ വന്ന് മോറൽ സയൻസ് ഒക്കെ എടുക്കാൻ വരുമ്പോഴേക്കും ഞാൻ ഈ പറഞ്ഞതുപോലെ അച്ഛൻ ഇവിടുത്തെ മുതിർന്ന ഒരു സ്റ്റാഫായി മാറും. എന്നെക്കാളും മുതിർന്ന സ്റ്റാഫായിട്ട് മാറും മോറൽ സയൻസ് എടുക്കാൻ വരുമ്പോൾ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മാസാദ്യ വെള്ളിയാഴ്ച കുർബാനയുണ്ട്. ഈ കുർബാനയ്ക്കൊക്കെ വന്നു കഴിയുമ്പോഴും വളരെ പാകത വന്ന, വളരെ ഇഷ്ടം വന്ന ഒരു അസിസ്റ്റന്റ് മാനേജറായിട്ടാണ് അച്ഛൻ എപ്പോഴും നമ്മളോട് സഹകരിച്ച് നിൽക്കുന്നത്. അതുപോലെ തന്നെ ജോമോനച്ചൻ ഇവിടെ ഇല്ലാതിരുന്ന കുറച്ച് ദിവസം അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ യോഹനാനച്ചനോടാണ്. അപ്പോഴും അച്ഛൻ അങ്ങനെ ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. അച്ഛൻ്റെ ജീവിതത്തിൽ, പുരോഹിത ജീവിതത്തിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പായിരിക്കും ഒരു സ്കൂൾ മാനേജറൊക്കെ ആയിട്ട്, സ്കൂൾ മാനേജറോടൊപ്പം അസിസ്റ്റന്റ് മാനേജറൊക്കെ ആയിട്ടിരിക്കുക, വേണ്ട സഹകരണം സ്കൂളിന് നൽകുക എന്നൊക്കെ ഉള്ളത്. തീർച്ചയായിട്ടും ഒരു നല്ല വൈദികനായി ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായി മാറുന്നതിൽ അച്ഛൻ എന്നും തൃപ്തിയുണ്ട്. കുർബാനയിൽ ഞാൻ സംബന്ധിച്ചിരുന്നു. കുർബാനയിലുമൊക്കെ ഇങ്ങനെ തന്നെ ഒരു നമ്മളെ വൈദികനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറേയധികം നല്ല വശങ്ങൾ ഞങ്ങളോട് എപ്പോഴും അച്ഛൻ, ഞങ്ങളോട് മാത്രമല്ല കുട്ടികളോട് പ്രകടിപ്പിക്കാറുണ്ട്. ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ബഹുമാനപ്പെട്ട യോഹനാനച്ചനെ ഞങ്ങളുടെ ഇടയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുൻ ഹെഡ് മാസ്റ്റർ നമ്മുടെ കുര്യാക്കോസ് സാറുണ്ട്. സാർ ഇവിടെ ഉള്ള വർഷങ്ങളിൽ ഞാനിവിടെ കരിമഞ്ചേരി കോൺവെന്റിൽ പോസ്റ്റലിനായിട്ടോ മറ്റൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് സാറിങ്ങനെ
ഒരു വലിയ ആളാണെന്നും അതുപോലെ സ്കൂളിനെ കൊണ്ട് നടക്കുന്ന രീതിയൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും സാറിൻ്റെയൊക്കെ പ്രയത്നവും സാറിൻ്റെയൊക്കെ അക്ഷീണ പ്രയത്നത്തിൻ്റെയൊക്കെ ഫലമാണ് ഇപ്പോൾ നമ്മുടെ സ്കൂള് 90ാമത് വർഷത്തിലേക്ക് കടക്കുന്നത്. സാറിനോടൊപ്പം തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. എന്നേക്കാൾ കൂടുതലായി സാറ് സ്കൂളിന് നൽകിയിട്ടുള്ള സംഭാവനകളൊക്കെ നിങ്ങൾക്കറിയാം. സ്നേഹപൂർവ്വം കുര്യാക്കോസ് സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സെന്റ് ജോസഫ് സ്കൂള് ഒരു ഹയർ സെക്കൻഡറി സ്കൂളായി കഴിഞ്ഞപ്പോൾ അവിടേക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരാളെയാണ് നമുക്ക് ആദ്യത്തെ പ്രിൻസിപ്പളായിട്ട് കിട്ടിയത്. അതായത് നമ്മുടെ തന്നെ ഇവിടെ ഞാനിവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒരു ഡിവിഷൻ നമ്മൾ തിരിച്ചിരുന്നു എന്നൊക്കെ ഓർമ്മയുണ്ട്, ശരിയല്ലേ മോളെ ടീച്ചറെ? ഒരു ഡിവിഷൻ നമ്മൾ ഏറ്റവും താഴെയുള്ള കുട്ടികളെ വെച്ചിരുന്നു, ഏറ്റവും ഗ്രേഡ് താഴെയുള്ള കുട്ടികളെ. ആ ഡിവിഷൻ ആർക്ക് കൊടുക്കുന്ന ശ്യാം സാറാണെന്ന്, ശ്യാം സാറായിരുന്നു സെബാസ്റ്റ്യൻ സാറ് ആലോചിച്ചു. എന്നിട്ട് സെബാസ്റ്റ്യൻ സാറിന് ഒന്നുകൂടെ ആലോചിക്കേണ്ടി വന്നില്ല. സെബാസ്റ്റ്യൻ സാർ പറഞ്ഞു ആ ഡിവിഷൻ നമുക്ക് ഷൈനിക്ക് കൊടുക്കാവുന്നു. എന്നോട് ചോദിച്ചിരുന്നു. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞ അതാ ഷൈനി ടീച്ചറാണ്, അങ്ങനെ കൊണ്ടു നടന്നോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ വർഷത്തെ റിസൾട്ട് ഏറ്റവും നന്നായത് ആ ക്ലാസ്സിലാണ്. അതുകൊണ്ട് തന്നെ ടീച്ചറാണ് ഈ സെന്റ് റാഫേൽസ് കുടുംബത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും കണ്ടറിഞ്ഞ് സർവീസിൽ അങ്ങേയറ്റം നിന്നിട്ടാണ് ടീച്ചർ സെന്റ് മേരീസിലേക്ക് പിന്നെ ഹോളി ഫാമിലിയിലേക്കൊക്കെ പോയത്. അത് കഴിഞ്ഞ് ടീച്ചർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ ഒരു പ്രിൻസിപ്പാളിന്റെ ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ല വിധത്തിൽ ഈ സ്കൂള് കൊണ്ടു നടക്കുന്ന ഒരു ഹയർ സെക്കൻഡറി വിദ്യാലയം എന്ന വിധത്തിൽ ഈ സ്കൂളിന്റെ ഉയർച്ചയിൽ ഷൈനി ടീച്ചർ ഒരു മികച്ച പങ്ക് വഹിച്ചിട്ടുണ്ട്. ടീച്ചർ ഇനിയും ഞങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണുമ്പോൾ ഞാൻ പല സ്കൂളിൽ പിന്നീട് പോയി. അപ്പൊ ഈ പല സ്കൂളിലേക്ക് പിന്നീട് പോയപ്പോൾ ടീച്ചറെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണാറുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ വിശേഷം പറയാറുണ്ട്. അപ്പൊ എന്നും നമ്മുടെ ഒരു സ്കൂളിന്റെ അഭ്യുദയകാംക്ഷി എന്ന് മാത്രമല്ല ടീച്ചറുടെ ഒരു അസറ്റ് തന്നെയായിരുന്നു. കണക്ക് വിഷയം ഏറ്റവും മോശം കുട്ടിയെ നന്നായി പഠിപ്പിച്ചെടുക്കാനുള്ള ടീച്ചറുടെ പ്രാവീണ്യം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് പല വർഷങ്ങളിലും. അതുകൊണ്ട് ടീച്ചറ് റിട്ടയർ ആയത് ഞങ്ങൾക്കൊക്കെ ഒരു നഷ്ടമാണ് കേട്ടോ ടീച്ചറെ. ഇനി അവസരം ഉണ്ടെങ്കിൽ ട്യൂഷനൊക്കെ എടുത്ത് ഏതെങ്കിലും കുട്ടിക്ക് കൂടുതൽ അറിവ് കിട്ടും എന്നുള്ളതാണ് ടീച്ചർ പഠിപ്പിച്ചത്. അതുകൊണ്ട് ടീച്ചറിന്റെ ആ ഒരു നല്ല അധ്യാപന രീതി ഞങ്ങൾക്ക് എന്നും പ്രചോദനമായിരുന്നു. ഇന്ന് നേരത്തെ തന്നെ വന്നു എന്നുള്ളതാണ്. ടീച്ചർ അതങ്ങനെ ഞാൻ റിട്ടയർഡ് പ്രിൻസിപ്പലാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഒരിത്തിരി ഒരു ചാടയൊക്കെ ഇട്ട് വന്നാൽ മതി എന്നൊന്നും ടീച്ചർ വിചാരിച്ചില്ല. ടീച്ചർ ആദ്യം തന്നെ എത്തി. ടീച്ചർ എന്നും ഈ സ്നേഹം ഞങ്ങളോട് പ്രകടിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഒരുപാട് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ഷൈനി ടീച്ചറെ ഞങ്ങളുടെ ഇടയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ മാത്യു കുര്യാക്കോസ് ഒരേ സമയം കൈക്കാരനും കൂടെയാണ്. അതുകൊണ്ട് എനിക്ക് ഒരു വലിയ ബുദ്ധിമുട്ടില്ല. കാരണം PTA പ്രസിഡന്റിനോട് നമുക്ക് ഇവിടുത്തെ ആവശ്യങ്ങളൊക്കെ പറയാം, കൈക്കാരനോടും പറയാം. ഇത് രണ്ടും കൂടെ ഈ രണ്ട് പോസ്റ്റിൽ നിന്നിട്ട് ഇതെല്ലാം ബഹുമാനപ്പെട്ട മാനേജർസിനെ അറിയിക്കുകയും അച്ഛനോട് എല്ലാ കാര്യവും ഇപ്പൊ നമ്മുടെ നമ്മൾ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ അറിയാം ഒരു ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇതിന്റെ പരിപാടിയും കൂടി ഉള്ളതുകൊണ്ട് എന്തായാലും അത് വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പൊ എന്നെക്കാളും കൂടുതൽ തീക്ഷ്ണതയാണ് മതി സാറിന്. സ്കൂളിന്റെ ഓരോ കാര്യങ്ങളിലും എല്ലാ ദിവസവും ശ്രദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല ഏറ്റവും നല്ല ഒരു മാതൃക സാറ് തന്നിട്ടുണ്ട്. സാറിന്റെ എല്ലാ മക്കളും പഠിക്കുന്നത് ഈ സ്കൂളിലാണ്. അതായത് 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലായി സാറിന്റെ മക്കൾ 3 പേരും പഠിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ മക്കളെയും നമ്മുടെ പൊതുവിദ്യാലയത്തിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല, അതിനുശേഷം സാറ് പറഞ്ഞ ഒരു സെന്റൻസ് ഇതാണ്: എന്റെ മോന് ജീവൻ ഉണ്ടായത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ്. വേറെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ വരുമായിരുന്നു, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് കൊച്ചായിട്ട് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും അങ്ങനെ സ്കൂളിനെ എന്നും വളരെ സ്നേഹത്തോടെ കാണുകയും സ്കൂളിന്റെ കാര്യങ്ങൾക്ക് വേണ്ട വിധ ക്രമീകരണം നൽകി ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുന്ന നമ്മുടെ സ്നേഹമുള്ള മധു സാറിനെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സിസ്റ്റർമാർ 3 പേരുണ്ട്. അവർക്ക് 3 പേർക്ക് ഞാൻ പ്രത്യേകമായിട്ടൊരു സ്വാഗതം പറയുകയാണ്. കാരണം ഈ സ്കൂളില് ഞാൻ വന്ന സമയത്ത് ഞാൻ അറിഞ്ഞിരുന്നത് ഏറ്റവും കൂടുതൽ ഇവിടെ നിന്ന് ശമ്പളം പോയിരുന്ന FC കോൺവെന്റിലേക്കാണെന്നാണ്. അതായത് സെന്റ് റാഫേൽസ് സ്കൂളിലെ ശമ്പളത്തിന്റെ ഒരു വലിയ ശതമാനവും പോയിരുന്ന FC കോൺവെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നായിരുന്നു അത്രയധികം സിസ്റ്റേഴ്സ് വർക്ക് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ 5 പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് പോയി.
ഇപ്പൊ നമുക്ക് നിലവിൽ FCC കോൺവെന്റിൽ നിന്ന് ഇവിടെ ആരും വർക്ക് ചെയ്യുന്നില്ല. ഞങ്ങളുടെ ഡോറോത്തീൻസ് 2 പേരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ സെന്റ് റാഫേൽ എന്ന് പറയുന്ന ഒരു ഫീല്, സെന്റ് റാഫേൽ സ്റ്റേ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെന്ന് എനിക്കറിയാം. അൽഫോൻസ് സിസ്റ്ററിന്റെ പേര് മാത്രമേ എനിക്ക് അങ്ങനെ ഓർമ്മയുള്ളൂ. മറ്റ് 2 സിസ്റ്റർമാരുടെ പേര് ഞാൻ അങ്ങനെ ചോദിച്ചില്ല. സിസ്റ്റർ എന്റെ സബ്ജക്ട് തന്നെയാണ് അല്ലെ, മലയാളം തന്നെയായിരുന്നു. അപ്പൊ ഞാൻ വന്ന ആ സമയത്ത് ഇവിടുന്ന് റിട്ടയർ ആയിപ്പോയ ഒരു അൽഫോൻസ്, അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ അവരൊക്കെ എന്നോട് പറഞ്ഞത് വളരെ പ്രഗത്ഭയായ സിസ്റ്റർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് മോളി ടീച്ചർക്ക് എനിക്ക് പരിചയപ്പെടുത്തി തന്നതാണ്. അപ്പൊ 3 സിസ്റ്റർമാരെയും ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ ഈ സ്കൂളിനോടുള്ള ആത്മാർത്ഥത കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും എത്തിയത്. എനിക്കറിയാം, യാത്ര ചെയ്തിട്ടൊക്കെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ സിസ്റ്റർമാർക്കുള്ളത് നമുക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം നമുക്ക് അവിടെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ സ്നേഹത്തോടെയാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് എനിക്കറിയാം. ഒരുപാട് സ്നേഹത്തോടെ 3 സിസ്റ്റേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നിന്ന് വർക്ക് ചെയ്തതിന് ശേഷം പലയിടത്തേക്കായി പോയിരിക്കുന്ന, റിട്ടയർ ആയിരിക്കുന്നവരും പോയിരിക്കുന്നവരും ഉണ്ട്, ട്രാൻസ്ഫർ ആയി പോയിരിക്കുന്നവരും ഉണ്ട്. റിട്ടയർ ആയവരെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ 2011 ഞാൻ ഇങ്ങോട്ട് എത്തുമ്പോൾ അവിടെ വന്നിട്ട് ആ വെയിറ്റിംഗ് വന്നിട്ട് എന്നോട് പറഞ്ഞു, അവിടെ ഒരു മാവുണ്ട്, ആ മാവിന്റെ ചോട്ടിലാണ് സ്റ്റാഫ് റൂം എന്ന് പറഞ്ഞു. അപ്പോൾ ജൂൺ മാസമാണ്, ഏതാണ്ട് മുട്ടിന് താഴെ വെള്ളമുണ്ട്. അപ്പൊ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഗാർഡനിലെ ഒരു അന്തരീക്ഷത്തിൽ വന്നിട്ട് അവിടെയാണ് സർവീസ് ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പൊ ഈ മോളി ടീച്ചറും ഒക്കെ എന്നോട് പെരുമാറിയിരുന്നത് ശരിക്കും എന്നെ ഇങ്ങനെ കൊച്ചിനെ കൈ പിടിച്ചു കൊണ്ടുപോകണ പോലെ എല്ലാ കാര്യവും പറഞ്ഞു തരുമായിരുന്നു. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, വളരെ നന്ദിയോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്, ഞാനിവിടെ വന്ന് ഏകദേശം ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പം 2 മാസം വരെ ആയിക്കാണും. ഒരു ദിവസം ഒരു KSR-കാരൻ ഈ ടെക്സ്റ്റ് ബുക്കുമായിട്ട് വന്നു. ഉടനെ തന്നെ നമ്മുടെ ഡേസമ ടീച്ചറും മോളി ടീച്ചറും മേരിക്കുട്ടി ടീച്ചറും ഇങ്ങനെ കുറെ ചേച്ചിമാരുണ്ട്. ഇവരെല്ലാവരും എന്നോട് വന്നിട്ടുണ്ട്, സിസ്റ്റർ പുസ്തകം വാങ്ങുന്നു പറഞ്ഞു. ഞാൻ എന്ത് പുസ്തകം? അപ്പൊ എന്നോട് പറയാം, ആ പുസ്തകം വാങ്ങാം, അത് ടെസ്റ്റ് എഴുതണം, സിസ്റ്റർ എന്തായാലും അച്ഛമാകണം, സിസ്റ്റർ എന്തായാലും. ഞാൻ ആദ്യമായിട്ട് എന്റെ മനസ്സിൽ പോലും ഇല്ല ഇങ്ങനെ ഒരു പോസ്റ്റ്. അപ്പൊ ഇവരെന്നെ കൊണ്ട് നിർബന്ധിച്ച് പുസ്തകം വാങ്ങിപ്പിക്കുക ചെയ്തത്. അത് എത്ര രൂപ? ഏതാണ്ട് 4000 രൂപയൊക്കെയാണ് പുസ്തകത്തിന്. ഞാൻ എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, പൈസ ഇല്ലെങ്കിൽ ഞങ്ങൾ തരാം, സിസ്റ്റർ പുസ്തകം വാങ്ങുന്നത് എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് പുസ്തകം നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചു. എന്നിട്ട് ഞാൻ അന്ന് മുതലേ വാങ്ങിയിട്ട് പിന്നെ എഴുതാനൊന്നും പോയില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ പേപ്പർ വീതം എഴുതിക്കൊണ്ടിരുന്നു, വല്ലപ്പോഴും ഒക്കെ തോന്നുമ്പോ. അതിൽ ആ ഒരു പ്രചോദനം ഒരിക്കലും മറക്കില്ല. കാരണം എനിക്ക് പറ്റില്ല എന്ന് തോന്നിയിട്ട് ഞാൻ അങ്ങനെ മാറ്റി അങ്ങനെയൊന്നും അല്ല. പക്ഷെ എന്നെ കൊള്ളാമെന്ന് തോന്നിയിട്ട് ഇവരെന്നെ ഇങ്ങനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും, ഞങ്ങൾക്ക് മുന്നേ റിട്ടയർ ആയിപ്പോയ ചേച്ചിമാരുടെയും ഞങ്ങളുടെ ആങ്ങളമാരുടെ ഒക്കെ സ്നേഹവും നിങ്ങളുടെ വാത്സല്യവും ഒക്കെ ഈ സ്ഥാപനത്തിന് എന്നും മുതൽക്കൂട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഇങ്ങനെ ഒരുമയോടെ നിൽക്കുന്നത്. റിട്ടയർ ആയി പോയ എല്ലാ ടീച്ചേഴ്സിനും, ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാത്തത് എല്ലാവരുടെയും പേര് പറയണ്ടല്ലോ, അതുകൊണ്ടാണ് എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോയവരുടെയും മനസ്സിൽ സെന്റ് റാഫേൽസ് എന്ന് പറയുന്ന ഒരു വികാരം തന്നെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ട്രാൻസ്ഫർ ആയി പോയതിനു ശേഷം നമ്മൾ വിളിച്ചപ്പോഴും വന്നത്. ഹയർ സെക്കൻഡറി ടീച്ചറുടെ പേര് അനിത. ആദ്യം ഇവിടെ ഹയർ സെക്കൻഡറിയിൽ വന്നപ്പം ഏറ്റവും ആദ്യം വന്ന അവരുടെ ബാച്ചാണ്. അതിനുശേഷം ഇന്ന് അനിത ടീച്ചർ പറയുകയായിരുന്നു, പോയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം ആദ്യമായിട്ടാണ് വിളിച്ചത്, അതുകൊണ്ട് ആദ്യമായിട്ട് വന്നതെന്നാണ് കൂട്ടിച്ചേർത്തതും കൂടെ. അപ്പൊ ഞങ്ങൾ ആരെയെങ്കിലും ഒക്കെ അങ്ങനെ വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ട്രാൻസ്ഫർ ആയി പോയവർക്കൊക്കെ എന്നും മനസ്സിലൊരു വികാരമായി ഈ സെന്റ് റാഫേൽ സ്കൂളിൽ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ട്രാൻസ്ഫർ ആയതിനു ശേഷം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ ടീച്ചേഴ്സിനെയും എല്ലാ സഹപ്രവർത്തകരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ കൂടെയുള്ള കോവർക്കേഴ്സ്, അതായത് ഹയർ സെക്കൻഡറിയിലും ഹൈസ്കൂളിലുമായി ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും, അധ്യാപകരും അനധ്യാപകരും, നിങ്ങളെല്ലാവരും ഇവിടെ കാണുന്നത് സ്കൂൾ വളരെ നീറ്റായിട്ടൊക്കെ പോകുന്നുണ്ട്. അത്യാവശ്യം നീറ്റാണ്, ചുറ്റുപാടൊക്കെ നോക്കിയാൽ. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും സെന്റ് റാഫേൽസ് വളരുന്നുണ്ടെങ്കിൽ അത് അധ്യാപകരുടെ ഒരു വളരെ ശ്രമഫലമായിട്ടാണ്, പ്രയത്നത്തിന്റെ ഫലമാണ്. അപ്പൊ അധ്യാപകരെന്ന് മാത്രമല്ല അനധ്യാപകരും എല്ലാവരും ഇവിടെ ഒരുപോലെ കൈപിടിച്ച് നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ സ്നേഹത്തോടെ എൻ്റെ എല്ലാ സഹപ്രവർത്തകരെയും വളരെ ഇഷ്ടത്തോടെ നമ്മുടെ ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ
ടീച്ചിങ് ട്രെയിനേഴ്സ് ഉണ്ട്, അതായത് ട്രെയിനിങ് ടീച്ചേഴ്സ്. അവര് 8 പേരുണ്ടായിരുന്നു ഈ കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ ഒരു 5 മാസമായിട്ട് നമുക്കുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാവരും വിളിച്ച വഴി തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെ അവരുടെ ടീച്ചിങ് ഫീൽഡിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്കൂളിൽ വരുന്നത്. അവരെന്നോട് തിരിച്ചു പറഞ്ഞിട്ട് പോയത്, ഞങ്ങൾ ഒരിക്കലും ഈ സ്കൂൾ മറക്കില്ല. ഒരുപക്ഷെ ട്രെയിനിങ് ആയതുകൊണ്ട് മറക്കില്ല, ഞാനും ഒക്കെ പോയ സ്കൂൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അവരുടെ മനസ്സിൽ ഈ പിള്ളേരെല്ലാവരും അതുപോലെ അധ്യാപകരെല്ലാവരും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു എലമെന്റ് തന്നെയായിരുന്നു. അത് അവരെന്നോട് തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ ഞങ്ങള് വിളിച്ചപ്പോഴും സ്നേഹത്തോടെ ഞങ്ങളുടെ ഇടയിലേക്ക് എത്തിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് മക്കളെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നഗര സ്കൂളിലെ ടീച്ചേഴ്സ് ഉണ്ട്, ക്ഷണിച്ചുകൂടെ എല്ലാവരെയും ക്ഷണിച്ചതാണ്. നമ്മുടെ നഴ്സറി ടീച്ചേഴ്സ് ഉണ്ട്, എല്ലാവരെയും. ആരെങ്കിലും വിട്ടുപോയെങ്കിൽ ക്ഷമിക്കുക. ഞാനിങ്ങനെ ഓരോരുത്തരും എനിക്കും ഇങ്ങനെ സെന്റ് ആൽബർട്ട്സിനെ ഞാൻ പോയിട്ട് ഒത്തിരി വർഷമായല്ലോ. പിന്നെ തിരിച്ചു നോക്കുമ്പോൾ ഇവിടെ എങ്ങനെയൊക്കെയാണ് നടത്തുന്നത് ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും വിട്ടുപോയെങ്കിൽ അങ്ങനെയാണ് വിട്ടുപോയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാവുന്നതാണ്. നമ്മുടെ നീണ്ടകര സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്, നമ്മുടെ അമല സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ബൈജു സാറൊക്കെ ആണെങ്കിൽ ഇപ്പൊ വേറെ സ്കൂളിൽ നിന്നാണ്, പക്ഷെ നമ്മുടെ സ്റ്റാഫ് തന്നെയാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ അനധ്യാപകരായി പോയിട്ട് റിട്ടയർ ആയ ചാക്കോസിനേറ്ററിനും ഒരിക്കലും മറക്കില്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും എനിക്കറിയില്ലാത്ത സമയത്ത് ചാക്കോസിനേറ്ററൊക്കെയാണ് ഓരോ സമയത്ത് സിസ്റ്റർ ആ ക്ലാസ്സിലേക്ക് പോണ വഴി വരെ കാണിച്ചു തന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അന്നൊക്കെ അവിടെ എല്ലാം കെട്ടിടമുണ്ട്. അത് നമുക്ക് ഇതെങ്ങോട്ടും കാണുന്നൊന്നും അറിയില്ല. അപ്പോൾ 8ാം ക്ലാസ്സൊക്കെയാണ് ആ കെട്ടിടം. ഇന്നതൊക്കെ നമുക്ക് ഡിവിഷനൊക്കെ കുറഞ്ഞതുകൊണ്ട് വേറെ ക്ലാസ്സുകളൊക്കെ ആയി. പക്ഷെ 8ലേക്ക് പോകേണ്ട ഡിവിഷനൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ചാക്കോസിനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വളരെ സ്നേഹത്തോടെ എല്ലാ അധ്യാപകരെയും മറ്റു സ്കൂളുകളിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. സ്കൂളിന്റെ ഉന്നമനത്തിനായി അക്ഷീണ പരിശ്രമിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് സ്കൂളിന് താങ്ങും തണലുമായി നിൽക്കുന്ന സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജോമോ ശങ്കരനെ സെന്റ് ആൽബർട്ട്സ് യൂണിറ്റിന്റെ ആശംസകളായി സംസാരിക്കുന്നതിനായി ഞാനിങ്ങനെ പുറകിൽ അങ്ങോട്ട് വരുന്ന വളരെ വിശദമായിട്ട് സിസ്റ്റർ സ്വാഗതം പറഞ്ഞു. 12:45 തുടങ്ങാം, സമയമായി 12:45 തുടങ്ങാമെന്നപ്പോൾ ഞാനൊരു പഴമൊക്കെ എത്തി കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകുന്നു. ഒരു 3-4 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാൽ, നിങ്ങളെ സെന്റ് ആൽബർട്ട്സ് കുടുംബത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും ചിന്തിക്കുന്നതിനെ ഓർത്ത് പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് പ്രത്യേകം നന്ദി പറയുന്നു. ഇത് സംഘടിപ്പിക്കാൻ ടീച്ചേഴ്സ് മനസ്സ് കാണിച്ചു, അവര് ഇതിനു വേണ്ട എല്ലാ സജ്ജീകരണം ഒരുക്കി സിസ്റ്ററിനെതിരെ അതിന് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ പ്രൊസസിന് ഇടയ്ക്ക് പോയത് നമ്മുടെ സ്കൂൾ ബിൽഡിംഗ് പരിശ്രമം തുടങ്ങി, അത് പലവട്ടം ഇങ്ങനെ അനുവദിക്കുക വേണ്ടി ഒത്തിരി നടന്ന് അതിന് പണി തുടങ്ങാനായിട്ട് ആദ്യത്തെ എക്സ്കവേഷൻ തുടങ്ങുന്ന സമയത്താണ് കോൺട്രാക്ട് മരിച്ചുപോയി. ഇപ്പോൾ വീണ്ടും അതിൻ്റെ പണി ഇന്ന് ഫസ്റ്റ് കംപ്ലീറ്റിങ്ങിൽ തുടങ്ങി അതിന് ഒന്ന് ആസ്വദിക്കാൻ പോയതാണ്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരെയും അതിലൊക്കെ പങ്കാളികളാകാൻ ക്ഷണിക്കാൻ ഞങ്ങൾ വരുന്നതായിരിക്കും. പിന്നെ ഇന്നത്തെ ദിവസം 14 മധ്യസ്ഥ എല്ലാവർക്കും ഉണ്ടാകുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കാരണം 1:10 നിങ്ങൾക്ക് കേൾക്കാനുള്ള സമയം ഞങ്ങളുടെ സമയത്തിനാണ് ഷെയർ ചെയ്യുന്നത്. താങ്ക് യു. മാതാപിതാക്കളുടെ മഠത്തിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പരസ്പരം പങ്കുവയ്ക്കാൻ ഒത്തിരി നല്ല ഓർമ്മകൾ മാതാപിതാക്കളുണ്ടാകും. ഈ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന സമയമാണിത്. ആദ്യമായി ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട സാധ്യത സ്നേഹപൂർവ്വം ക്ഷണിച്ചു. വെൽക്കം ചെയ്യുമ്പോൾ കൈയിടുന്നില്ല.
ചാനൽ പിടിച്ച് സുദിനമായിരുന്നു. ഈ സുദിനെല്ലാം കഴിഞ്ഞിട്ട് കടലകളല്ല അത് ഈ കഴിവായിട്ട് കണ്ടികൾ ചിലപ്പോൾ അതിനകത്ത് ഇതൊന്നും അന്ന് പ്രശ്നമാണ്. അപ്പം അങ്ങനെ മറ്റേ ആഘോഷമായിട്ടുള്ളതാണ്. ഞാൻ സ്കൂളിൽ എഴുതാൻ വന്നതിന് ശേഷം ഞാൻ പരമാവധി ഭംഗിയാക്കാൻ ശ്രമിക്കുന്നു. എൻ്റെ കഴിവുകൾ അങ്ങനെ മാലാകര അംഗീകരണത്തെ NCC 3 വർഷത്തിൽ നേതൃത്വം നൽകി. അതിവിടെ നടത്താൻ പറ്റിയില്ല. അന്ന് കരിയാറ്റേറ്റൻ്റെ കാര്യം ഞാൻ ആലോചിക്കുന്നു. 10-25 പിള്ളേരെ അവർ ക്ലാസ്സിലിരിക്കുന്നത് നിങ്ങൾ ബുദ്ധിമുട്ടാണ്. 3 ദിവസം കൊണ്ടാണ് അസംബ്ലി അത്ര വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം നിങ്ങൾ വർക്കിൻ്റെ കാര്യം പറയുമ്പോൾ സാറെ ഡിവിഷൻ ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. അങ്ങനെ അച്ഛനെ കിട്ടിയെന്ന് പറഞ്ഞാൽ അങ്ങനെ അച്ഛനാണോ 9, 12 മുഴുവൻ സ്കൂളിൽ കൊണ്ടുപോകാൻ ശ്രമിക്കും. അപ്പോൾ വൈദ്യുതികൾ മൊത്തം വെച്ച് ഭയങ്കര അത്രത്തെ ആൾക്കാരുണ്ട്. അതിന് ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ഇപ്പോഴും നല്ലൊരു തുക ചെലവ് വരുന്ന എനിക്ക് തോന്നുന്നത് 2 അത് എനിക്ക് കരിയാറ്റേറ്റിലാണ് പറഞ്ഞത്. അച്ഛൻ്റെ ബെനിഫിറ്റും ആ രീതിയിൽ പറഞ്ഞിട്ടൊക്കെയാണ് അച്ഛൻ്റെ ശക്തി വരുത്തുന്നതാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്നത് ഈ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ആ സമയത്ത്. അപ്പം അത് പഴയ സിസ്റ്ററിൻ്റെ കാലഘട്ടത്തിൽ നല്ല സ്റ്റാൻഡേർഡായിരുന്നു. സിസ്റ്റർമാരുടെ ഒരു ഫാക്ടറാണ്. ഇതിൻ്റെ സിസ്റ്റർമാരോട് പഠിക്കുക ചാൻസ് സെറ്റ് എടുത്തു വരേണ്ടതാണ്. നമുക്ക് കാര്യങ്ങൾ പോയി നാട്ടിലുള്ള കാലത്ത് പഠിക്കുന്ന സിസ്റ്റർ. അങ്ങനെ അവിടുന്ന് നമുക്ക് പിള്ളേർക്ക് ഇവിടെ അഡ്മിഷൻ ഉണ്ടായിട്ട് വളരെ തത്രപ്പെട്ടാണ്. ഇന്നെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇന്ന് നമുക്കറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. പുതിയ സിലബസൊക്കെ വളരെ ക്ലാസ്സാണ്. പക്ഷെ ഇന്ന് ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റുണ്ട്. തെറ്റ് തെറ്റാനായിട്ട് കുറിപ്പ് പ്രയോഗിക്കുകയാണ്. അത് നിങ്ങളാൽ മേടിക്കേണ്ട ചെറിയ തരം ഒരു കേസ് വാങ്ങിയെടുക്കാൻ പോകും. ഇന്നത്തെ പേപ്പറിലുണ്ട് കേട്ടോ. ചെറിയ തെറ്റ് തന്നെ കുറിപ്പ് എടുക്കാൻ മതി. ആരും മേടിക്കാനും വേണ്ട. അതിനാണ് നമുക്ക് ഏതായാലും നിങ്ങൾ ഈ കഴിഞ്ഞ മഹാരാഷ്ട്രത്തിൽ നന്ദി ഒത്തിരിയേറെ നല്ല ഓർമ്മകളുണ്ട്. അപ്പൊ അതൊന്നും നമുക്കിവിടെ പങ്കുവെച്ചുകൊണ്ടിരിക്കാനായിട്ട് സമയമില്ല. എല്ലാ പ്രാവശ്യവും ഈ സെൻട്രൽ അഫയേഴ്സ് നടത്തുമ്പോൾ ആരെങ്കിലും ഒക്കെ വിട്ടു പോകാറുണ്ട്. ഇതിപ്പോ അൻവയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനും അത് ഓർത്തത്. അപ്പൊ ഇതിനു മുമ്പ് വിളിച്ചിട്ടില്ലേ എന്ന് ഞാനിങ്ങനെ ഒരു വിഷമത്തോടെ ഓർത്തു. വിളിച്ചിട്ടില്ലേ? അപ്പൊ അത് ഒരു തെറ്റായി പോയി, ക്ഷമിക്കുക. അപ്പൊ ഇനിയും നമ്മള് ഈ വിളിക്കാനുള്ളവരെ കൃത്യമായിട്ട് അത് വീതിച്ച് ഓരോ സെക്ഷനും തിരിച്ച് അവിടുന്ന് LP, UP, HS, HSS തിരിച്ച് ഓരോരുത്തരെ ഏൽപ്പിച്ചാല് സർവീസ് വന്നവരും ഇടയ്ക്ക് വന്നവരും റിട്ടയർ ചെയ്തവരും ആരെയും വിട്ടുപോകാതെ മുന്നോട്ട് പോകാനായിട്ട് മാലാഖ എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സന്തോഷവും മനസ്സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
അടുത്തതായി ഇന്നത്തെ ദിവസത്തിന് ആശംസകൾ സംസാരിക്കുന്നതിനായി അസിസ്റ്റന്റ് വികാരി ഫാദർ സ്നേഹം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. 3 മാസമായിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ തന്നെ സ്കൂളിൽ വരികയും ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അറിയാം, നമ്മുടെ സ്കൂള് പിന്നെ ഓരോ ദിവസത്തിലും ഇതുപോലെ പുരോഗതിക്കുന്ന ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്പോർട്സിലെ മത്സരങ്ങളിലായാലും സമ്മാനങ്ങളും അതുകൊണ്ട് നമ്മുടെ സ്കൂള് വളർന്നുകൊണ്ടിരിക്കാൻ തന്നെ അതിനുള്ള കടപ്പാടെന്ന് പറയുന്നത് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർക്കും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർമാരൊക്കെയാണ്. നിങ്ങൾ ഓരോരുത്തരുമാണ് സ്കൂളിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുന്നതും അതിനെ അത് ഉയർന്നു വരാനുള്ള പ്രയത്നത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഇന്ന് നമ്മളിങ്ങനെ ഈ കൂട്ടായ്മ നമ്മൾ നടത്തുമ്പോൾ മുമ്പ് പഠിപ്പിച്ചിരുന്ന ടീച്ചേഴ്സും റിട്ടയർഡായ ടീച്ചേഴ്സും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും പിന്നെ ഒരുമിച്ച് കൂടി നമ്മളിങ്ങനെ ഈ സെന്റ് ആഫേഴ്സ് ഡേ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മയുടെ ഒരു അനുഭവമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ കൂട്ടായ്മ പുരോഗതിയിലേക്ക് വളരട്ടെ. മാസത്തും ഇതേപോലെ എല്ലാവരും ഒരുമിച്ച് കൂടി സ്നേഹം പങ്കുവയ്ക്കാൻ പഴയപ്പോഴും പങ്കുവയ്ക്കാൻ നമുക്ക് ഒരു സാധിക്കട്ടെ ആശംസിക്കുന്നു. അടുത്തതായി ആശംസകൾ സംസാരിക്കുന്നതിനായി നമ്മുടെ PTA പ്രസിഡന്റ് മാത്യു സാറിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം സെന്റ് റാഫേൽസ് ഹൈസ്കൂളായപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളായപ്പോഴൊക്കെ സ്കൂളിൻ്റെ മധ്യസ്ഥൻ എന്ന് പറയുന്നത് സ്കൂളിൻ്റെ മധ്യസ്ഥൻ റാഫേൽ മാലാഖ. ഞാനൊക്കെ കുഞ്ഞ് പഠിക്കുന്ന കാലം മുതൽ ഞങ്ങളെയൊക്കെ മനസ്സിൽ വളരെയധികം വിവാദത്വം നടത്തുന്ന ഓർമ്മകളാണ് ഈ സെന്റ് റാഫേൽസ് ടേമുകൾ. ഒക്ടോബർ മാസത്തിലെ അവസാന ശനിയാഴ്ച മാലാഖ സ്കൂളിലേക്ക് വരുന്നതും ആ ദിവസങ്ങളിലെ ആഘോഷങ്ങളൊക്കെ നമുക്കൊത്തിരി നല്ല ഓർമ്മകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. പഠിച്ച കാലം അന്നത്തെ അധ്യാപകർക്കും അതറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയുള്ള ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദിവസത്തിന്റെ പ്രാധാന്യം ഒട്ടും കുറഞ്ഞു പോകാതെ ഇത് ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോകാനുള്ള ബാധ്യത ഇപ്പോൾ ഈ സ്കൂളിലെ അധ്യാപകർ അത് അനുസൂചന പറയുമ്പോൾ അത്രയും ശ്രദ്ധിച്ചു വേണം ഇത് ചെയ്യാൻ. വളരെ ശ്രദ്ധയോടുകൂടി ആരെയും വിട്ടുപോകാതെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് സ്കൂളിന്റെ ആനിവേഴ്സറിക്ക് പോലും ഒരു അധ്യാപിക ലീവെടുത്താൽ അത്രയും വലിയ പ്രശ്നം തോന്നി. ഈ ദിവസം എല്ലാവരും ഈ സ്കൂളിൽ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മാലാഖ വർഷത്തിൽ 4 പ്രാവശ്യം മാത്രം പുറത്താണ്. ഒരു വർഷം 4 പ്രാവശ്യം. അല്ലാണ്ട് ഒക്ടോബർ മാസത്തെ അവസാന ശനിയാഴ്ച 2 പ്രാവശ്യവും ഒക്ടോബർ മാസത്തെ അവസാന ഞായറാഴ്ച 1 പ്രാവശ്യവും ജനുവരി മാസത്തിലെ 6-ാം തീയതി 4 വട്ടം മാത്രമാണ് മാലാഖ പുറത്തുന്നത്. അതിൽ 1 പ്രാവശ്യം വരുന്നത് ഈ സ്കൂളിലാണ്. അപ്പൊ ആ ഒരു ദിവസത്തെ ഏറ്റവും ഭംഗിയാക്കുക മാലാഖയുടെ അനുഗ്രഹം കൊണ്ടാണ്. നാളത്തെ ചടങ്ങില്ല കേട്ടാ, അതിനുള്ള അത് പിന്നത്തേക്ക് വെച്ചു. ചടങ്ങ് പിന്നത്തേക്ക് ദിവസത്തേക്ക് വെക്കും. പിന്നെ ചിലപ്പോൾ അടുത്ത ആഴ്ച ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. ചിലപ്പോൾ ഞാനത് അതിനെ അറിയിക്കാം. ഞാനിത് പോകണമെന്നില്ല. പിന്നെ അത് പോയടാ പഞ്ചായത്തിൽ പണി തരുന്നിട്ടല്ലേ. ഞാനിത് പോകുന്നില്ല കേട്ടോ. ഞാൻ കണ്ടടാ വില്ല പോലത്തെ എടുത്തില്ലേ, ഞങ്ങൾ പോയായിരുന്നു കഴിഞ്ഞ ദിവസം. വില്ല പോലെ ഇല്ലേ, കണ്ട് ഒരു വയലിൻ പെർഫോമൻസുമായി
നമ്മുടെ രേവതി ടീച്ചർ ഇവിടെ ഇതിലും പാടായിരുന്നു. മുന്നത്തെ ഞാനും പാലും കൂടെ പോയില്ലേ? ആ പുത്തമ്പുഴ, അത് ഏതൊരു പുഴയാണ് എന്തായാലും. ആ ആ എന്തായാലും ഞാനെന്തായാലും വൈകിട്ട് വിളിക്കാം തന്നെ. നാളെ വല്ല പരിപാടി വേറെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ.
വിളിച്ചെന്നെ. നന്ദി പറയുന്നതിനായി രാജീവ് ഹയർ സെക്കൻഡറിയിലെ ഇഷാമകൃഷ്ണ ടീച്ചറെ ഫുഡ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ആ, ഇന്നേ അപ്പോൾ ദിവസം ഈ പരിപാടി ഇത്രയും മനോഹരമാക്കി തീർക്കാൻ ശ്രമിച്ച അപ്പോൾ വിളിച്ചോണ്ട് ഓരോരുത്തർക്കും പോയാൽ നന്ദി അർപ്പിക്കുക എന്നാണ്. ബാക്കിയുള്ളവരെ വിളിച്ചു പറഞ്ഞാൽ മതിയല്ല. ആദ്യം തന്നെ ഈശ്വരനോട് നന്ദി ഇന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ എൻ്റെ ഇന്നലെ വരെ 7 മണിക്ക് വിളിച്ചു പറഞ്ഞു ഓൾറെഡി. എഴുപതിൽ നല്ല മഴയായിരുന്നു. കാലാവസ്ഥ വളരെ പ്ലേകളിൽ വിളിച്ചു പറയണം. ഇന്ന് നല്ല തെളിഞ്ഞ അന്തരീക്ഷവും ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. കൂടെ തന്നെ ഇന്നെന്ന് തെളിയിച്ചു കഴിഞ്ഞു. പിന്നീട് നന്ദി പറയേണ്ടത് നമ്മുടെ അച്ഛനോടാണ്. എല്ലാം ഉണ്ടാകുമ്പോൾ ഇവിടെ കഴിഞ്ഞ ഫാദർ ജോമോൻ അച്ഛനോടാണ് നന്ദി പറയേണ്ടത്. പെരുന്നാൾ ദിവസത്തില് ഒരു വികാരിയച്ഛന്റെ തിരഞ്ഞെടുപ്പാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് അച്ഛൻ ഫുൾ ടൈം നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. വേണ്ട നിർദ്ദേശങ്ങളും വരേണ്ട നിർദ്ദേശങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം നൽകി അച്ഛൻ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ നെടുന്തൂണായിട്ട് നിൽക്കാറുണ്ട്. അച്ഛന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി യോഹന്നാൻ അച്ഛനാണ് നന്ദി പറയേണ്ടത്. അച്ഛൻ വികാരിയച്ഛൻ ഇല്ലാത്ത എല്ലാ സമയത്തും നമ്മുടെ അഭാവത്തിൽ നമ്മളൊപ്പം ഉണ്ടാവാറുണ്ട്. അച്ഛനും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അടുത്തതായി നന്ദി പറയുന്നത് നമ്മുടെ പ്രിയതയായ സിസ്റ്ററിനോടാണ്. സിസ്റ്ററിനോട് സിസ്റ്റർ കുട്ടികളുടെ പൾസ് അറിയാവുന്ന സിസ്റ്ററാണ്. ഒപ്പം തന്നെ ഏത് സമയം കിട്ടിയാലും സിസ്റ്റർ കുട്ടികളുടെ ഒപ്പമാണ്. നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാറുണ്ട്. ഹയർ സെക്കൻഡറിയെയും ഹൈസ്കൂളിലെയും ഒരുമിച്ച് കൊണ്ടുപോകാനും എന്ത് സഹായങ്ങളും ചെയ്തു തരാനും സിസ്റ്റർ എപ്പോഴും നമ്മളൊപ്പം ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും അറിയാം. സിസ്റ്ററിനും അടുത്തതായി നന്ദി പറയുന്നത് സാറിനോടാണ്. നമ്മുടെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളാണ്. സാറ് ഈ അവസരത്തിൽ ഇന്ന് വന്നിട്ടില്ല. സാറിന്റെ ഭാഗത്ത് സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ക്ഷേത്രത്തിലെത്തിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് നന്ദി അറിയിക്കേണ്ടത്. റിട്ടയറായി പോയ ടീച്ചേഴ്സും ട്രാൻസ്ഫറായി ശനിയാഴ്ച ഒരു ദിവസം വീട്ടിൽ അറിയിക്കുക. എന്നാലും ഈ സെൻട്രൽ അഫയേഴ്സ് ഡേ എന്ന കൂട്ടായ്മയിലേക്ക് വീണ്ടും വരാനും ഒത്തുചേരാനും അനുഭവങ്ങൾ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഹൃദയത്തിന്റെ ഭാഷയിൽ എടുത്തു പറയുന്നത് കുര്യാക്കോസിന്റെയും ഷൈനിങ്സിന്റെയൊക്കെയാണ്. അവര് ഇത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വന്ന് നമ്മളോടൊപ്പം കുറച്ചു നേരം സമയം ചെലവാക്കാൻ തീരുമാനിച്ചു. അതിന് അവരോടുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു. ഈ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ PTA ഉണ്ട്, ട്രസ്റ്റീസ് ഉണ്ട്, PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ട്, പിന്നെ നിശബ്ദമായി പ്രവർത്തിക്കുന്നത് നമ്മുടെ അധ്യാപകർ ഓരോരുത്തരുമാണ്. എല്ലാവർക്കും വിശപ്പിന്റെ വിളി വന്നത് കാരണമാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പറയുന്നത്. അധ്യാപകർക്കും അനധ്യാപകർക്കും PTA എക്സിക്യൂട്ടീവ്സിനും ട്രസ്റ്റിക്കും എല്ലാവർക്കും ഉള്ള നന്ദി ഹൃദയത്തിന്റെ ഭാഷയെ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇന്നൊരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മീറ്റിംഗ് അവസാനിച്ചിരിക്കുകയാണ്. അത് സ്നേഹത്തിനാണ് സ്നേഹത്തിൽ ഒരുക്കിയിരിക്കുന്നത്. സ്റ്റാഫുകളെ